നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റവാളി മുഹമ്മദ് നിഷാമിന് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. തൃശൂരിലെ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവ് ഹൈക്കോടതി ശരിവെച്ചു. മുഹമ്മദ് നിഷാമിന് തൂക്കുകയർ നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി. മനസാക്ഷിയെ ഞെട്ടിച്ച കൊടുംക്രൂരതയ്ക്ക് ഹൈക്കോടതിയിലും ഇളവില്ല. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷയ്ക്കെതിരെ പ്രതി മുഹമ്മദ് നിഷാം സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളി. തൃശൂരിലെ വിചാരണ കോടതിയുടെ വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ, സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജീവപര്യന്തം കഠിന തടവും വിവിധ വകുപ്പുകളിലായി 24 വർഷം തടവുമാണ് വിചാരണ കോടതി വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും മുഹമ്മദ് നിഷാമിന് വധശിക്ഷ നൽകണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലും കോടതി അംഗീകരിച്ചില്ല. 2015 ജനുവരി 29 പുലർച്ചെയായിരുന്നു മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം. തൃശ്ശൂരിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഗേറ്റ് തുറക്കാൻ വൈകിയതിന് വ്യവസായി മുഹമ്മദ് നിഷാം സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിന് നേരെ ആഡംബര കാറിടിച്ച് കയറ്റിയെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് ഫെബ്രുവരി 16 മരിച്ചതോടെ കൊലപാതകത്തിന് കേസെടുക്കുകയായിരുന്നു. MP പ്രദീപ് കുമാർ, 24 കൊച്ചി. മുഹമ്മദ് നിഷാമിന്റെ ജീവപര്യന്തം കഠിന തടവ് ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ചന്ദ്രബോസിന്റെ കുടുംബം സർക്കാരിനും പ്രോസിക്യൂഷനും നന്ദിയുണ്ടെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായിട്ടും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. നിഷാമിന് പരോൾ ലഭിച്ച ഘട്ടത്തിൽ ഭീഷണിയുണ്ടായിരുന്നതായി ചന്ദ്രബോസിന്റെ ബന്ധു ധനീഷും 24നോട് വ്യക്തമാക്കി. ഇതായാലും അവൻ അവിടെ കിടന്ന് അറിയിക്കണം, അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. നിഷാമിന്റെ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി. കേസിന്റെ വാദത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ നൽകിയ ഉറപ്പ് വിധിയോടെ ശരിയായി വന്നു. നീതിപീഠത്തിന് നന്ദിയെന്നും ജമന്തി. നമുക്ക് അനുകൂലമാവും, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ട്. അത് കാരണം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വാദിച്ചു എന്ന് സാറ് പറഞ്ഞതിലും നമുക്ക് സന്തോഷം. കേസ് അട്ടിമറിക്കാൻ പലകുറി ശ്രമങ്ങളുണ്ടായതായി ചന്ദ്രബോസിന്റെ ബന്ധു ധനേഷും 24നോട് പറഞ്ഞു. ചന്ദ്രബോസിന്റെ മരണത്തെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ നോക്കി. നിഷാം ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ധനേഷ് പ്രതികരിച്ചു. ഈ കേസിൽ ഇടപെട്ടിരുന്ന ഞങ്ങൾക്കൊക്കെ വളരെയധികം ഭീഷണി ഉണ്ടായിരുന്നു. പല രീതിയിലും മാനസികമായിട്ട് നമ്മളെ തളർത്താനും പല രീതിയിലുള്ള പ്രകോപനങ്ങളും നമ്മുടെ വീട്ടുകാർക്ക് എതിരായിട്ടും എനിക്കെതിരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷനു വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ നേരിൽ കണ്ട് ജമന്തി നന്ദി പ്രകടിപ്പിച്ചു. തൃശൂർ കോടതിയിൽ മറ്റൊരു കേസിന്റെ വാദത്തിനായി എത്തിയതായിരുന്നു ഉദയഭാനു. കീഴ്ക്കോടതിയിലെ വിധി തന്നെ ഹൈക്കോടതി പൂർണ്ണമായിട്ട് ശരിവെക്കുകയുണ്ടായത്. കീഴ്ക്കോടതിയിലെ വിധിക്ക് ഉത്തേജകമായത് അന്നത്തെ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതൊരാളുടെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല. 24 തൃശൂർ. ഈ ഉച്ചവാർത്തയിൽ 24 വാർത്താ പരമ്പര റോഡിലെ കുഴിമാടങ്ങൾ. സംസ്ഥാനത്തെ റോഡുകളിൽ വീണ്ടും വിജിലൻസിന്റെ പരിശോധന. 6 മാസത്തിനകം അറ്റകുറ്റപ്പണി നടന്ന റോഡുകളുടെ കാര്യക്ഷമതയാണ് പരിശോധിക്കുന്നത്. PWD തദ്ദേശ റോഡുകളിലാണ് വിജിലൻസ് പരിശോധന. റോഡുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഇത് ലാബിൽ പരിശോധനയ്ക്ക് അയക്കും. ടെൻഡറിൽ രേഖപ്പെടുത്തിയ അതേ അനുപാതത്തിൽ സാമഗ്രികൾ ചേർത്താണോ ടാറിംഗ് എന്നാണ് പരിശോധിക്കുന്നത്. വ്യാപകമായി പരാതി ലഭിച്ച റോഡുകളാണ് പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തത്. കോട്ടയത്ത് 5 റോഡുകളിൽ പരിശോധന നടന്നു. വിജിലൻസ് DYSP V രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോഴിക്കോട് കളംതോട് പാതയിലെ തകർന്ന ഭാഗങ്ങളിലും പരിശോധന നടത്തി. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് വയോധികൻ മരിച്ചതിന് പിന്നാലെ റോഡ് പണി വീണ്ടും തുടങ്ങി. കുഴിയിൽ വീണ് മരിച്ചവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ രംഗത്തെത്തി. ആലുവ പെരുമ്പാവൂർ റോഡ് വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുഞ്ഞു മുഹമ്മദ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് റോഡ് പണി വീണ്ടും പുനരാരംഭിച്ചത്. പശുവച്ചൊട്ടിച്ചാണോ റോഡ് നിർമ്മാണമെന്ന ഹൈക്കോടതിയുടെ പരാമർശത്തെ ശരിവെക്കുന്നതാണ് ആലുവ പെരുമ്പാവൂർ റോഡിന്റെ നിർമ്മാണം. 10 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ റോഡ് 3 ആഴ്ച പിന്നിട്ടപ്പോൾ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു. കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാർ രംഗത്തെത്തി. തുടർന്നാണ് വീണ്ടും മുഖംമിനുക്കൽ നടപടി. കുഴിയിൽ വീണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കുറെ കാലമായി തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്ന ചില നെക്സസ്
കരാറുകാരിൽ ചെറുന്യൂനപക്ഷവും ഉദ്യോഗസ്ഥരിൽ ചെറുന്യൂനപക്ഷവുമായിട്ട് നമ്മുടെ കേരളത്തിലുണ്ട്. ആ നെക്സസിനെ തച്ചുടക്കണം, ഒരു സംശയമില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ അൻവർ സാദത്ത് MLA-യുടെ നേതൃത്വത്തിൽ എറണാകുളത്തെ കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പെരുമ്പാവൂർ റോഡിന്റെ പ്രവൃത്തി നവംബർ 15-ന് ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. ആലുവ പെരുമ്പാവൂർ റോഡ് വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിഷയം പരിഗണിക്കുന്നത്. 24 കൊച്ചി. പൊന്നാനി കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ 2 അപകടങ്ങളിലായി ഇന്ന് 3 മരണവും 4 പേർക്ക് പരുക്കും പറ്റി. ചാവക്കാട് അകലാട് സ്കൂളിന് സമീപം റബ്ബർ അസംസ്കൃത വസ്തുക്കൾ ഇറക്കിയ ശേഷം കൊച്ചിയിലേക്ക് വന്നിരുന്ന ട്രെയിലർ ലോറി അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. കയ്പമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് വയനാട് സ്വദേശിയും കോട്ടയത്ത് KSRTC മിന്നൽ ബസ് ഇടിച്ച് ചങ്ങനാശ്ശേരി സ്വദേശിയും മരിച്ചു. ചാവക്കാട് ദേശീയപാതയിൽ അകലാട് സ്കൂളിന് സമീപം രാവിലെ 6:30ഓടെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറിയിൽ നിന്ന് ഇരുമ്പ് ഷീറ്റുകൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് അകലാട് സ്വദേശികളായ മുഹമ്മദ് അലി ഹാജി, ഷാജി എന്നിവർ മരിച്ചത്. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ ഇറക്കിയ ശേഷം ഇരുമ്പ് പെട്ടികളുമായി ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഡ്രൈവർ ഇറങ്ങി ഓടി. ക്ലീനർ പോലീസ് കസ്റ്റഡിയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലോറിക്ക് പിറകിൽ പെട്ടികൾ കെട്ടിവെച്ചതെന്നും പൊടുന്നനെ വെട്ടിച്ചപ്പോൾ വടം പൊട്ടി ഇവ ചിതറി വീഴുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഒരുപാട് ദൂരെ വന്നിരുന്ന വണ്ടി പെട്ടെന്ന് ഇവരെ കാണുകയും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇവര് അശ്രദ്ധാപൂർവമാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. വയനാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കയ്പമംഗലത്ത് റോഡരികിലെ മരത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ടത്. മാനന്തവാടി സ്വദേശി തെറ്റാൻ വീട്ടിൽ നിസാമാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കോട്ടയം നഗരത്തിൽ വൺവേ തെറ്റിച്ചെത്തിയ KSRTC മിന്നൽ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. ചങ്ങനാശ്ശേരി മോർക്കുളങ്ങര പുതുപ്പറമ്പിൽ അഭിഷേകാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കാരാപ്പുഴ സ്വദേശിയായ 21-കാരൻ ആരോമലിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. 24-ന്റെ മറ്റൊരു വാർത്താ പരമ്പരയിലേക്കാണ് ഇനി. നായപ്പേടിയിൽ നാട്. സംസ്ഥാനത്തെ തെരുവ് നായ പ്രശ്നം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് തെരുവ് നായ പ്രശ്നവും ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, ഗോപിനാഥ് P എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ ജനം നിയമം കയ്യിലെടുക്കുന്നത് തടയാൻ പര്യാപ്തമായുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്ന് കഴിഞ്ഞ തവണ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. സർക്കുലറിന്റെ പകർപ്പ് ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടിനൊപ്പം ഹാജരാക്കണമെന്നും സർക്കാരിന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 7 മാസത്തിനിടെ തെരുവുനായ കടിയേറ്റ് ചികിത്സ തേടിയത് 2 ലക്ഷത്തോളം പേർ. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5966 പേർ ചികിത്സ തേടി. പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം തെരുവുനായ ശല്യം രൂക്ഷമാക്കി. വിഷയത്തിൽ വിദഗ്ധ പഠനം വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 2022 ജനുവരി മുതൽ ജൂലൈ 22 വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കിലാണ് 2 ലക്ഷത്തോളം പേർ തെരുവുനായ ആക്രമണത്തിൽ ചികിത്സ തേടിയതായി പറയുന്നത്. ഈ കാലയളവിൽ തിരുവനന്തപുരം ജില്ലയിൽ 24,833 പേർ ചികിത്സ തേടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5966 കേസുകളും തൃശൂർ മെഡിക്കൽ കോളേജിൽ 4841 കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഈ കണക്കുകൾ സർക്കാരിന് മുന്നിലുണ്ടായിട്ടും കർമ്മപദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതും നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതും ഈ അടുത്ത ദിവസങ്ങളിലാണ്. ഈ കാലതാമസം തെരുവുനായ ആക്രമണത്തിൽ വൻ വർധനയാണ് സംസ്ഥാനത്തുണ്ടാക്കിയത്. തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നതിൽ വിശദമായ പഠനം നടത്തണമെന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെയും നിലപാട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ട് മുൻ വർഷങ്ങളുള്ളതിനേക്കാളും കൂടുതൽ തെരുവുനായകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ, എണ്ണം പെരുകിയിട്ടുണ്ടോ, അതിനുള്ള കാരണങ്ങൾ എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിന് ശാശ്വതമായ പരിഹാരം, ദീർഘകാലമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണം. ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ എന്താണ്, ഒരു ലോങ് ടേം സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ആദ്യം നടത്തേണ്ടത് എന്ത് സൊല്യൂഷൻ വേണമെങ്കിലും എന്താണ് ഈ പ്രശ്നം ശരിയായിട്ട് പഠിക്കണം. നായകളുടെ ഇടയിൽ റേബീസിന്റെ നേരത്തെ ഉള്ളതിനേക്കാളും അതിന്റെ പ്രിവലൻസ് കൂടിയിട്ടുണ്ടോ? കൂടുതൽ നായകൾക്ക് 100 പേര് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ 5 പേർക്കാണെങ്കിൽ ഇപ്പോൾ 10 പേർക്ക് റേബീസ് ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മൾ നടത്തണം. തെരുവുനായകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ DGPM സർക്കുലർ ഇറക്കി. തെരുവുനായ്ക്കൾക്ക് വിഷം നൽകുന്നതും ഉപദ്രവിക്കുന്നതും തടയണമെന്നതാണ് സ്റ്റേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയത്. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് സർക്കുലർ. 24 തിരുവനന്തപുരം.
ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. सदस्यों के भी काम आ सकता है। इसी उद्देश्य से हम एक नए स्पेशल वर्किंग ग्रुप ऑन स्टार्टअप्स एंड इनोवेशन की स्थापना करके एससीओ के सदस्य देशों के साथ अपना अनुभव साझा करने के लिए तैयार है। एक्सेलेंसी, विश्व आज एक और बड़ी चुनौती का सामना कर रहा है और यह है हमारे नागरिकों की खाद्य सुरक्षा सुनिश्चित करना। इस समस्या का एक संभावित समाधान है मिलेट्स की खेती और उपभोग को बढ़ावा देना। मिलेट्स एक ऐसा सुपरफूड है जो न सिर्फ एससीओ देशों में बल्कि विश्व के कई भागों में हजारों सालों से उगाया जा रहा है और खाद्य संकट से निपटने के लिए एक पारंपरिक पोषक और कम लागत वाला ഷാങ്ഹായ് ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റൊരു വാർത്തയിലേക്ക്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനായി തോക്കുമായി നടന്ന രക്ഷിതാവിന്റെ അകമ്പടിയാത്രയുടെ വീഡിയോ വൈറലാകുന്നു. കാസർഗോഡ് ബേക്കൽ ഹദാദ് നഗറിലെ സമീറാണ് വിദ്യാർത്ഥികൾക്ക് അകമ്പടിയുമായി നടന്നത്. വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ മുന്നിൽ തോക്കുമായി നടക്കുന്നതാണ് ദൃശ്യം. ഏതെങ്കിലും നായ ഓടിച്ചാൽ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുമെന്നാണ് സമീർ വീഡിയോയിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അട്ടപ്പാടി മധു കേസിൽ വീണ്ടും കൂറുമാറ്റം. 36-ാം സാക്ഷി അബ്ദുൾ ലത്തീഫാണ് കൂറുമാറിയത്. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ദൃശ്യങ്ങളിലുള്ളത് താനല്ലെന്നും അബ്ദുൾ ലത്തീഫ് കോടതിയിൽ പറഞ്ഞു. തുടർന്ന് ദൃശ്യങ്ങളും പാസ്പോർട്ടിലെ ഫോട്ടോയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിടണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇതോടെ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം 21 കേസിൽ കൂറുമാറിയ മറ്റൊരു സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധിച്ച ഡോക്ടറെയും വിസ്തരിക്കും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർക്ക് നോട്ടീസ് നൽകി. ശ്രീകാര്യത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് സമീപമുള്ള വിവാദ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കോർപ്പറേഷൻ പൊളിച്ചു നീക്കി. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയാണ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ച ഷെൽട്ടറിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാത്രം എന്നെഴുതി വെച്ച് റെസിഡൻസ് അസോസിയേഷൻ മോടി പിടിപ്പിച്ചത്. സ്ഥലത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. വിദ്യാർത്ഥികൾ ലിംഗഭേദമന്യേ ഒരുമിച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ശ്രീകൃഷ്ണ നഗർ റെസിഡൻസ് അസോസിയേഷൻ നീളത്തിലുള്ള ഇരിപ്പിടം വെട്ടിപ്പൊളിച്ച് വെവ്വേറെയുള്ള 3 സീറ്റുകളാക്കി മാറ്റിയതാണ് വിവാദമായത്. സംസ്ഥാനത്ത് ഏറെ പ്രതിസന്ധിയും പ്രതിഷേധങ്ങളും ഉയർന്ന ബഫർ സോൺ വിഷയത്തിൽ കേരളം വിദഗ്ധ സമിതി രൂപീകരിക്കും. മുൻ ജസ്റ്റിസ് വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനാകും. മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം വിദഗ്ധ സമിതി ഉടൻ നിലവിൽ വരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ബഫർ സോൺ നിർണ്ണയിക്കുന്ന വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് കേരളം വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശം ഡ്രോൺ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. എന്നാൽ ഇതിനുശേഷമാണിപ്പോൾ ഒരു വിദഗ്ധ സമിതിക്ക് കേരളം രൂപം നൽകുന്നത്. അതിന് സുപ്രീം കോടതി തന്നെ സാറ്റലൈറ്റ് സർവേയോ ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേയോ നടത്തണമെന്നാണ് നിർദ്ദേശിച്ചത്. അത് ഈ മാസം 3-ാം തീയതിക്കകം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ നിർദ്ദേശം കേരളം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡ്രോൺ സർവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കർഷക വിഭാഗങ്ങൾക്ക് അതത്ര കൃത്യമാകാനിടയില്ല എന്നൊരു സന്ദേഹം ചില കോണുകളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. ഡ്രോൺ സാറ്റലൈറ്റ് സർവേകൾ കേരളത്തിലെ മലയോര കർഷകരിൽ കൂടുതൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനും അതിർത്തി നിർണയം നടത്താനുമാണ് വിദഗ്ധ സമിതി. ഒരു മുൻ ജസ്റ്റിസിനെ സമിതി അധ്യക്ഷനാക്കിയാണ് സർക്കാർ ഉത്തരവിറക്കുക. ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആകുന്നതാണ് നിഷ്പക്ഷമായ ഒരു വിലയിരുത്തുന്നതിനും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ ആധികാരികത കൈവരുത്തുന്നതിനും സഹായകമാവുക എന്ന അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു ജസ്റ്റിസ് ആയാൽ കൊള്ളാം എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പ്രഗത്ഭന്മാരായ റിട്ടയർഡ് ജസ്റ്റിസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർ ആരായിരിക്കണമെന്ന് 1-2 ദിവസം കൊണ്ട് തീരുമാനമെടുക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വനം, റവന്യൂ, തദ്ദേശ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരും ഒരു ശാസ്ത്രജ്ഞനുമാണ് സമിതിയിൽ ഉണ്ടാവുക. സമിതി നേരിട്ട് ബഫർ സോൺ മേഖലകളിൽ നിന്നും തെളിവെടുക്കും. കർഷകരുടെ ആശങ്കയകറ്റലും സുപ്രീം കോടതിയെ കേരളത്തിലെ തൽസ്ഥിതി ബോധ്യപ്പെടുത്തലുമാണ് സമിതിയുടെ പ്രാഥമിക ദൗത്യം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സിവിക് ചന്ദ്രൻ കേസിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ ജഡ്ജിയുടെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. മുൻ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S കൃഷ്ണകുമാറിന്റെ സ്ഥലമാറ്റത്തിനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. ജഡ്ജിയുടെ അപ്പീലിലാണ് നടപടി. അപ്പീൽ അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. സ്ഥലമാറ്റത്തിൽ സിംഗിൾ ബെഞ്ച് ഇടപെട്ടിരുന്നില്ല. കൊല്ലം ലേബർ കോടതിയിലേക്കായിരുന്നു ജഡ്ജിയുടെ സ്ഥലമാറ്റം.
രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കശുവണ്ടി തൊഴിലാളികളുടെ ഉൾപ്പെടെ സ്വീകരണം ഏറ്റുവാങ്ങി ആവേശകരമായാണ് ജാഥ പുരോഗമിക്കുന്നത്. അതേസമയം ജാഥയുടെ തുടക്കത്തിൽ ക്രമീകരണം പാളിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വെട്ടിലാക്കി. കഴിഞ്ഞ ദിവസം യാത്രയുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കുന്നിക്കോട് പച്ചക്കറിക്കടയിൽ അക്രമം കാട്ടിയെന്ന പരാതിയിൽ 3 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷമാണ് ഭാരത് ജോഡോ യാത്ര ഇന്ന് പുനരാരംഭിച്ചത്. കൊല്ലം പാളയത്തോട് നിന്ന് ആരംഭിച്ച ജാഥയുടെ ക്രമീകരണങ്ങൾ തുടക്കത്തിൽ പാളി. രാഹുൽ ഗാന്ധി ജാഥയ്ക്കായി എത്തിയപ്പോഴേക്കും ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നില്ല. എന്നാൽ ഇതു വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി നടന്നു തുടങ്ങിയത് നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കുഴച്ചു. എന്നാൽ വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജാഥ മുന്നോട്ടു നീങ്ങി. പതിവ് പോലെ ആയിരങ്ങൾ ജാഥയിൽ പങ്കാളികളായി. വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. വഴിവക്കിൽ കാത്തുനിന്ന് കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ രാഹുലിനെ സ്വീകരിച്ചു. നീണ്ടകരയിൽ സമാപിച്ച ജാഥ വൈകുന്നേരം പുനരാരംഭിക്കും. നീണ്ടകരയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയാണ് വൈകുന്നേരത്തെ യാത്ര. കശുവണ്ടി തൊഴിലാളികളെയും കശുവണ്ടി ഫാക്ടറി ഉടമകളെയും കരിമണൽ ഖനന തൊഴിലാളികളെയും രാഹുൽ ഗാന്ധി നേരിൽ കാണും. RSP നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. നാളെ രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും പുനരാരംഭിക്കുന്ന ജാഥ ഓച്ചിറ വഴി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. അതേസമയം യാത്രയ്ക്ക് സംഭാവന ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ 3 പേരെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിളക്കുടി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സലീം സൈനുദ്ദീൻ, DCC അംഗം കുന്നിക്കോട് ഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി H. അനീഷ് ഖാൻ എന്നിവരെയാണ് പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 24 കൊല്ലം. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJPയിലേക്ക്. അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ബ്ലോക്ക് കോൺഗ്രസ് BJPയിൽ ലയിക്കും. തിങ്കളാഴ്ചയാണ് ലയനം. അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് ഒടുവിൽ BJPയിലേക്ക് ലയിക്കുകയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ്. BJP നേതാക്കളുമായുള്ള മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. കഴിഞ്ഞ ആഴ്ച അമരീന്ദർ സിംഗിന്റെ ഡൽഹി സന്ദർശനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നീക്കമാണ് ലയനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിട്ട് ക്യാപ്റ്റൻ പുതിയ പാർട്ടി രൂപീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യം ചേർന്ന് മത്സരിച്ചെങ്കിലും നേട്ടമുണ്ടായില്ല. ക്യാപ്റ്റനെ ഒപ്പം നിർത്തി സിഖ് വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ലക്ഷ്യം. 24 ഡൽഹി. വിമർശനം കേട്ട് താൻ പാർട്ടി വിട്ടു പോകുമെന്ന് ആരും കരുതേണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ശത്രുപാളയത്തിൽ അടയിരുന്ന് ആനുകൂല്യം പറ്റുന്നവരിൽ താൻ ഉണ്ടാകില്ലെന്നും ലീഗ് പ്രവർത്തക സമിതിയിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായിട്ടില്ലെന്നും KM ഷാജി മസ്കറ്റ് KMCC വേദിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രധാന നേതാക്കൾ ഷാജിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. KM ഷാജി തെറ്റിദ്ധാരണയുണ്ടാക്കും വിധം പൊതുവേദികളിൽ പ്രസംഗിക്കുന്നുവെന്നും MA യൂസഫലി അടക്കമുള്ളവരെ അപമാനിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു ആക്ഷേപം. പാർട്ടിക്കെതിരെ പുറത്ത് പരാമർശം നടത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് KM ഷാജിയുടെ പ്രസംഗം. എന്റെ പാർട്ടി എന്നെ വിമർശിച്ചാൽ, എന്നെ തിരുത്തിയാൽ, അതല്ല ശരിയെന്ന് പറഞ്ഞാൽ അതിൽ മനം നൊന്ത് ശത്രുപാളയത്തിൽ ഞാൻ അഭയം പ്രാപിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പോരാളിയുടെ ജീവിതവും സമരവും മരണവും യുദ്ധഭൂമിയിൽ തന്നെയായിരിക്കും. ശത്രുവിന്റെ കൂടാരത്തിന്റെ ചായ്പിലാവില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ അടുപ്പങ്ങ് തീവച്ച് ഒടിച്ചു കെടുക്കുന്നതാവും നന്നാവുക. സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റത്തിനെതിരെ TDF പ്രഖ്യാപിച്ച സമരം അംഗീകരിക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. 1-ാം തീയതി മുതൽ സമരം നടത്തുമെന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന ആരും 5-ാം തീയതി ശമ്പളം വാങ്ങാമെന്ന് കരുതേണ്ട. സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം എന്നത് യൂണിയനുകൾ നേരത്തെ അംഗീകരിച്ചതാണ്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും ആന്റണി രാജു പറഞ്ഞു. മെച്ചപ്പെട്ടൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിൽ സുഗമമായി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സമരം പ്രഖ്യാപിച്ച് KSRTCയെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അതൊരു കാരണവശാൽ അംഗീകരിക്കുന്ന വിഷയമില്ലെന്ന് മാത്രമല്ല, എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതി അടുത്ത മാസവും കൊടുക്കും. ഇവർ 1-ാം തീയതി മുതലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ശമ്പളം വാങ്ങിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. 5-ാം തീയതി ശമ്പളം കൊടുക്കുമ്പോൾ അത്തരം സമരത്തിൽ ഏർപ്പെടുന്നവർക്ക് ശമ്പളം കൊടുക്കുന്ന വിഷയമില്ല. ഇതിനെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവർ കർശനമായ നടപടി നേരിടേണ്ടി വരും. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകുന്നതല്ല. ഉത്തർപ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 12 മരണം. ലക്നൌവിൽ മതിലിടിഞ്ഞ് 9 പേരും ഉന്നാവിൽ കെട്ടിടം തകർന്ന് 3 പേരുമാണ് മരിച്ചത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ലക്നൌ ദിൽകുഷയിലെ സൈനിക കേന്ദ്രത്തിന്റെ മതിൽ തകർന്നാണ് അപകടം. മതിലിനോട് ചേർന്നുള്ള കുടിലുകളിൽ കഴിഞ്ഞ തൊഴിലാളികളാണ് മരിച്ചത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ പോലീസും നാട്ടുകാരും നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത്.
പരിക്കേറ്റ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് ഉനാവിൽ കെട്ടിടം തകർന്നാണ് 3 മരണം, 5 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ മുതൽ അനുഭവപ്പെടുന്ന കനത്ത മഴയെ തുടർന്ന് ലക്നൌവിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ഉത്തർപ്രദേശ് ലഖിംപൂർ ഖേരിയിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അതിവേഗ കോടതിയിൽ വിചാരണ നടത്തും. 1 മാസത്തിനകം ശിക്ഷ ഉറപ്പാക്കും. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും വീടും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേസിലെ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലക്കാട് എലപ്പുള്ളിയിൽ കൃഷിയിടത്തിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കുന്നുകാട് സ്വദേശി ചിന്നരാജ്, ശേഖരൻ, ദൈവസഹായം എന്നിവരാണ് അറസ്റ്റിലായത്. കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണി എന്നാണ് നിഗമനം. ഇന്നലെ രാവിലെയാണ് പ്രതികളിൽ ഒരാളായ ദൈവസഹായം കസബ പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് ഷോക്കേറ്റ് മരിച്ച കാര്യം പോലീസിനെ അറിയിക്കുന്നത്. മേച്ചേരിപ്പാടം സ്വദേശി വിനീതാണ് ബുധനാഴ്ച രാത്രിയോടെ ഷോക്കേറ്റ് മരിച്ചത്. കാട്ടുപന്നിയെ പിടികൂടാൻ ഒരുക്കിയ കെണിയിൽ വിനീത് അകപ്പെട്ടുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് എത്തുമ്പോൾ കൃഷിയിടത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നുകാട് സ്വദേശി ചിന്നരാജ്, ശേഖരൻ, ദൈവസഹായം എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ ഷോക്കേറ്റ് മുണ്ടൂരിൽ കാട്ടാന ചെരിഞ്ഞിരുന്നു. പാലക്കാട്. CPI വനിതാ നേതാവിന്റെ പരാതിയിൽ CPIM നേതാവിനെതിരെ പീഡനത്തിന് കേസ്. കോഴിക്കോട് ചെറുവണ്ണൂർ പഞ്ചായത്ത് അംഗവും പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവുമായ KP ബിജുവിനെതിരെയാണ് മേപ്പയൂർ പോലീസ് കേസെടുത്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമാണ് KP ബിജു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പരാതിക്കാരെ കടന്നുപിടിച്ചെന്നാണ് പരാതി. സംഭവം പുറത്തറിഞ്ഞതോടെ ബിജുവിനെതിരെ CPIയുടെ പേരിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു. എന്നാൽ ഇന്നലെയാണ് മേപ്പയൂർ പോലീസിൽ രേഖാമൂലം പരാതി ലഭിച്ചത്. ഇതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു. CPIയുടെ പ്രാദേശിക നേതാവ് തന്നെ CPM നേതാവിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതോടെ LDFും പ്രതിരോധത്തിലായി. 24 കോഴിക്കോട്. കൈവശ വനഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചതിന് നേര്യമംഗലത്ത് 5 പേർ അറസ്റ്റിൽ. നേര്യമംഗലം റേഞ്ചിലെ വാളറ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കുളമാൻകുഴി കോളനിയിലെ കൈവശ വനഭൂമിയിൽ നിന്ന് 20 മരങ്ങളാണ് മുറിച്ചത്. സംഭവത്തിൽ 4 പേരെ കൂടി പിടികൂടാനുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുളമാൻകുഴി ട്രൈബൽ സെറ്റിൽമെന്റിലെ ഗോപി ജോബൻ എന്നയാൾക്ക് വനാവകാശ നിയമപ്രകാരം ലഭിച്ച കൈവശാവകാശ ഭൂമിയിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചത്. 2 വർഷത്തോളമായി പല സമയങ്ങളിലായാണ് 20 മരങ്ങൾ മുറിച്ചത്. വെള്ളാകിൽ, പൂവം, മാങ്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണിവ. സംഭവത്തിൽ കുളമാൻകുഴി സ്വദേശികളായ ഗോപി, കർണൻ, സുധൻ, വാളർ സ്വദേശി ക്ലീറ്റസ്, 10 മൈൽ സ്വദേശി ലിജോ ജോസ് എന്നിവരെ നേര്യമംഗലം റേഞ്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. മരങ്ങൾ മുറിച്ച് വിറകാക്കുകയോ കരിയാക്കുകയോ ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു പ്രതികളുടെ രീതി. മരങ്ങൾ വിറ്റുകിട്ടുന്ന പണം ലഹരി ഉപയോഗത്തിനാണ് ഇവർ വിനിയോഗിച്ചിരുന്നത്. തടി കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്തു. 3 ഓട്ടോറിക്ഷകളും 1 കാറുമാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ അടിമാലി കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 24 കൊച്ചി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ രാജ്യവ്യാപകമായി ED റെയ്ഡ് നടത്തുകയാണ്. BJPയെ വെല്ലുവിളിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. തെറ്റ് ചെയ്തെങ്കിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കെജ്രിവാൾ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാകുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെ 40 ഇടങ്ങളിലാണ് ED ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. അതേസമയം മദ്യനയ അഴിമതി കേസിലെ 9ാം പ്രതി അമിത് അറോറയുടെ ഒളിക്യാമറ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട BJP ദൃശ്യങ്ങൾ CBIക്ക് നൽകണമെന്ന് അരവിന്ദ് കെജ്രിവാൾ വെല്ലുവിളിച്ചു. मनीष साहब जी ने तो कह दिया भाई ये CBI में जांच चल रही है, सारे स्टिंग ऑपरेशन CBI को सौंप दो, CBI सोमवार तक कर ले, 4 दिन तो बहुत होते हैं.
जांच कर ले, अगर कुछ गड़बड़ है तो गिरफ्तार कर ले, और गड़बड़ नहीं है तो सोमवार को माफी मांग ले। തെറ്റ് ചെയ്തെങ്കിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യണമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. എല്ലാ ദിവസവും ഇഡിയെയും സിബിഐയെയും അല്ലാതെ കേന്ദ്ര സർക്കാർ ജനങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്നും കേന്ദ്ര ഏജൻസികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. 24 ഡൽഹി. ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഷാങ്ഹായ് ഉച്ചകോടിക്കായി നേതാക്കൾ ഉസ്ബെക്കിസ്ഥാനിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സമർഖണ്ഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഡെനിസ് അലപ്പോ അറിയിച്ചു. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ നിഷേധിച്ചിരുന്നു. ഏകദിന സന്ദർശനത്തിനിടെ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായും മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇറാൻ ഈ സമ്മേളനത്തോടെയാണ് കൂട്ടായ്മയുടെ സ്ഥിരാംഗമാകുന്നത്. വ്ളാഡിമിർ പുടിൻ ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തി. 2001 റഷ്യയും ചൈനയും ചേർന്ന് രൂപീകരിച്ച SCOയിൽ മധ്യേഷ്യയിലെ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്നു ആദ്യം അംഗങ്ങൾ. പിന്നീടാണ് ഇന്ത്യയും പാകിസ്ഥാനും അംഗങ്ങളായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഉച്ചകോടി പുരോഗമിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. PP ജെയിംസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അനുജ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ് ഉച്ചകോടിയിൽ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? അനുജ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് ഇന്ത്യ വരികയാണ്. ഇന്നു മുതൽ ഇന്ത്യ ചാർജ് എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉച്ചകോടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഉൽപ്പാദനത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്നുള്ളൊരു വലിയ പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായി ഉള്ള സുപ്രധാനമായ കൂടിക്കാഴ്ചകളാണ്. ചൈനീസ് പ്രസിഡന്റുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴുമില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തീരെ കുറവാണ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റുമായിട്ട് ഒരുപക്ഷെ കൂടിക്കാഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരവാദത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. അത് ഒരു തരത്തിൽ പാകിസ്ഥാനുള്ള ഒരു മറുപടി കൂടിയാണ്. പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഒരുപാട് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും അവിടെ 50,000 ടൺ ഗോതമ്പ് അയച്ചതും അടക്കമുള്ള മനുഷ്യത്വപരമായ ഒരുപാട് കാര്യങ്ങൾ നടത്തിയെങ്കിലും പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അവിടെ നടത്തുന്ന ഇടപെടലുകളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇന്ത്യയിൽ 100-ലേറെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതും അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് ലോകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അടുത്ത വർഷം ഇന്ത്യ ആയിരിക്കും ഈ SCOയുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുക. അടുത്ത സമ്മേളനം നടക്കുക ന്യൂഡൽഹിയിലായിരിക്കും. എന്ന് മാത്രമല്ല G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനം ബാലിയിൽ നടക്കുമ്പോൾ അവിടെയും ഇന്ത്യയാണ് ഇനി അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത്. ഒപ്പം അടുത്ത ഡിസംബറിൽ UN സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തും ഇന്ത്യയായിരിക്കും. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഒപ്പം ഇന്ന് റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയും യൂറോപ്പൊക്കെ ഇന്ത്യയുടെ നിലപാടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് അല്പം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് കൂടി അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് പ്രസിഡന്റും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചൈന പരോക്ഷമായിട്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ റഷ്യക്ക് കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഉക്രൈൻ എന്ന പേരെടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നാലും ചൈനയ്ക്ക് റഷ്യയും പിന്തുണ പ്രഖ്യാപിച്ചു. ചൈനയ്ക്കും റഷ്യയ്ക്കും നടുവിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ വളരെ സുപ്രധാനമായിരിക്കും. ഇപ്പോൾ ചേരിചേര നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷത്ത് ക്വാഡ് സഖ്യം, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ
ഇപ്പുറത്ത് റഷ്യയും ചൈനയൊക്കെയുള്ള പാകിസ്ഥാനുമൊക്കെയുള്ള SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിലും ഇതിൽ രണ്ടിലും കൂടി ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലോകവേദിയിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണ് അനുജ. ശരി, അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി, ഷാങ്ഹായ് ഉച്ചകോടിക്ക് തുടക്കമായി പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് അതിലിപ്പോൾ. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു. ഇനി പ്രാദേശിക വാർത്തയുമായി ആതിര ജെയിംസ്. നമസ്കാരം.